എല്ലാവരും ഒരു വഴക്ക് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് പോയപ്പം അവർ രണ്ടുപേരോട് അവിടെ വന്ന് തിരിച്ചു വന്നിരുന്നു, അനിമോളും അനീഷും കൂടെ. അപ്പോഴുണ്ട് ഷാനവാസ് വീണ്ടും വരുക അനീഷിൻ്റെ അടുത്തോട്ട്. അനീഷ് ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ നിൽക്കല്ലോ. അനീഷ് ആദ്യം അവളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് മനസ്സിലാക്കിയിട്ടിരിക്കുക. അവൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഇതിൽ ഈ കിച്ചൺ സ്ഥാനം ഒഴിഞ്ഞു പോകുന്നത്? അതെന്താ അനീഷിന് മനസ്സിലാവാത്തത്? അനീഷ് അത് കാണുന്നില്ലേ? വെസൽ ടീമിൽ അനിമോൾ കയറി. അപ്പോൾ വെസൽ ടീം പറഞ്ഞ പാത്രം കഴുകേണ്ട ഉത്തരവാദിത്വം അനിമോൾക്കില്ലേ? ഉച്ചക്കാലത്ത് അയാൾ കഴുകി വൈകിട്ടത്തെ അനിമോൾ കഴുകണം. അതെന്തുകൊണ്ട് അനിമോൾ കഴുകുന്നില്ല? അതെന്താണ് അനീഷ് ചോദിക്കാത്തത്? നൂറ പുറകെ നിന്നുകൊണ്ട് പറയാണ്, ഷാനവാസിൻ്റെ പുറകെ നിന്നുള്ളത്. അങ്ങനെ പറയല്ലേ, ക്യാപ്റ്റൻസി മോശമാണെന്ന് പറയാനുള്ളതാ. എൻ്റെ ക്യാപ്റ്റൻസി മോശമാണെന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ പറയണം. ഇവിടെ എപ്പോൾ നോക്കാനും ക്യാപ്റ്റൻസി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്തെന്നായി ഇവള് ഒരു എന്തോ ഉത്തരവാദിത്തത്തിൽ നിന്ന് അനിമോൾ ഒളിച്ചോടി പോകുന്നതിനൊന്നും പറയണ്ടേ? ഉടനെ അനീഷിനോട് പറ, അനീഷേട്ടാ മേക്കപ്പ് ഇട്ട് തരുന്നതെന്നും പറഞ്ഞ് ഇത്രയും അങ്ങ് സപ്പോർട്ട് ചെയ്യല്ലോ. നൂറ പറയാണ്. അനീഷ് പറഞ്ഞത് സാബുമോന് കൂടുതൽ പയർ കിട്ടിയെന്നല്ലേ പറഞ്ഞത്. ഇവള് രണ്ടാമത് ആ ദേഷ്യത്തിൽ എല്ലാവർക്കും വിളമ്പി കൊടുക്കുമ്പോൾ ഇവള് സാബുമോൻ്റെ പ്ലേറ്റ് മാത്രം വിളമ്പില്ല. അത് അനീഷ് കണ്ടോ? അത് അനീഷ് ചോദ്യം ചെയ്യുക. അപ്പോൾ അനീഷ് എന്തിനാണ് ഇങ്ങനെ ഒരു സൈഡ് പിടിച്ചാണ് സംസാരിക്കുന്നത്? അനീഷ് ഒന്നുമില്ലൊരു കോമണറല്ലേ? അപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടണ്ടേ? ഇപ്പോഴും ഉച്ചയ്ക്ക് വെച്ച പയർ ബാക്കി കിടക്കുക. ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ഇവളുണ്ടാക്കാനാണ് ഇവൾ പയർ ബാക്കി വെച്ചേക്കുന്നത്. അതെന്തിനാണ് ഇവൾ പയർ ബാക്കി വെച്ചേക്കുന്നത്? അപ്പോൾ അനീഷ് എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? അനീഷ് അനിമോൾ ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അനീഷേട്ടാ, നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര മോശമാണ് കേട്ടോ. കുറച്ച് മേക്കപ്പ് ഇടുന്നതെന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ എപ്പോഴും അനിമോൾക്ക് സപ്പോർട്ട് ചെയ്യല്ലേ? വളരെ മോശമാണ്, നൂറയുടെ അഭിപ്രായമാണ്. എന്നിട്ട് പറഞ്ഞിട്ട് അങ്ങ് തിരിഞ്ഞ് നടക്കുക. അനീഷ് സെലക്റ്റീവാണ്. അനീഷ് ചെയ്യുന്നത് തെറ്റാണ്. അനീഷ് തെറ്റ് ചെയ്താൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. അനീഷ് ഇപ്പോൾ ചെയ്യുന്നത് തെറ്റാണ്, ഷാനവാസ് പറയുക. വൺ സൈഡ് പിടിക്കലും. പിന്നെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അവൾ പറയുന്നതും അവൾ ചെയ്യുന്നതും അവൾ പ്രവർത്തിക്കുന്നതും അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ്. അതിന് അനീഷ് കുട പിടിക്കാൻ പോകുമല്ലോ. മഴയത്ത് വേണമെങ്കിൽ കുട പിടിച്ചോ, ഇമാതിരി തെറ്റിന് കുട പിടിച്ചു കൊടുക്കല്ലോ. അത് ശരിയായ കാര്യമല്ല. ഒരു സ്പേസ് അനീഷ് കിട്ടണമെങ്കിൽ അത് അനീഷ് നോക്കി കണ്ട് നിൽക്കണം. ഇവള് ചെയ്യുന്നതാണ് ശരി, ഇവള് പറയുന്നതാണ് ശരി എന്നുള്ളത് അനീഷിൻ്റെ നിലപാടല്ല, അത് തെറ്റാണ്. അങ്ങനെ കാണിക്കുമ്പോൾ മൊത്തത്തിലുള്ളൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ടി വരും, കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. ചെയ്യുന്നത് തെറ്റാണ്. ഉച്ചയ്ക്ക് പോലും അവൾ ചെയ്തത് തെറ്റാണ്. എല്ലാവർക്കും കൊടുത്തിട്ട് സാബുവിന് കുറച്ചാണ് കൊടുത്തത്. എന്നിട്ട് അവൾ രണ്ടാമത് വിളമ്പിയപ്പോഴും അവന് കുറച്ചാണ് കൊടുത്തത്. എന്നിട്ട് പിന്നെയും അവളെ ന്യായീകരിക്കല്ലേ അനീഷേ? ഒരു ക്യാപ്റ്റനാണ് പറയുന്നത് ഈക്വലായിട്ട് വിളമ്പാനെന്ന്. എന്നിട്ട് അവൾ ക്യാപ്റ്റന് തന്നെ അവൾ കൊടുക്കാതിരിക്കുന്നത്. അതെന്ത് ന്യായമാണ്? ഇതിനെന്താണ് അനീഷിന് പറയാനുള്ളത്? അതിന് അവൾക്ക് എന്ത് അധികാരമാണുള്ളത്? ഇതെന്താ അനീഷ് ചോദ്യം ചെയ്യാത്തത്? ഇതെന്താണ് അനീഷ് പറയാത്തത്? അത് പറഞ്ഞിട്ട് ഷാനവാസ് അങ്ങ് നടന്നു പോവുകയാണ്. ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അങ്ങ് നടന്നു പോവുകയാണ്. പിന്നെ നൂറ മാത്രമായി അവിടെ. ഇത്രയും പറഞ്ഞല്ലേ അനീഷേട്ടാ? അനീഷേട്ടൻ എന്തെങ്കിലും സംസാരിക്കുക അനീഷേട്ടാ. ഇതിനെന്തെങ്കിലും ഒരു മറുപടി പറ. ഇത്രയും നേരം ഒരാളിന്ന് സംസാരിച്ചല്ലേ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക എന്ന് നൂറ പറയാണ്. അനീഷ് ഒന്നും മിണ്ടുന്നില്ല. അനീഷ് മിണ്ടുന്നില്ല, അനിമോളും മിണ്ടുന്നില്ല. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.